രാത്രിയും നമ്മൾ നമ്മോട് തന്നെ പ്രോമിസ് ചെയ്യും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. പക്ഷെ രാവിലെ എല്ലാം മുഴങ്ങുമ്പോൾ ന്യൂസ് ബട്ടൺ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറും. 5 more minutes ടേൺസ് ടു 30. ദിവസം നമ്മളെക്കാൾ വേഗത്തിൽ ഓടാൻ തുടങ്ങിയിരിക്കും. എന്നാൽ എന്തുകൊണ്ട് ചിലർ ഫ്രഷ്, ഫോക്കസ്ഡ്, പവർഫുൾ ആയി എഴുന്നേൽക്കുന്നു, മറിച്ച് മറ്റു ചിലർ ടയേർഡ്, ഡിസ്ട്രാക്റ്റഡ് ആൻഡ് ഓൾറെഡി സ്ട്രെസ്ഡ്? It is not motivation. It is not willpower. It is brain timing. If you control your morning, your brain follows you. If you lose your morning, your brain controls you. Why morning decides life? നമ്മുടെ ബ്രെയിൻ ഡെയിലി ബയോളജിക്കൽ റിതം ഫോളോ ചെയ്യുന്നു. ദിസ് റിതം കൺട്രോൾസ് യുവർ എനർജി, ഫോക്കസ്, മൂഡ് ആൻഡ് മെന്റൽ ക്ലാരിറ്റി. രാവിലെ ബ്രെയിൻ നോർമലി തന്നെ റെസ്റ്റ് മോഡിൽ നിന്നും ആക്റ്റീവ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റിൽ ഹോർമോൺസ് കറക്റ്റ്ലി ബാലൻസ് ആകുന്നത് വഴി നമ്മൾ കാം ആൻഡ് എനർജറ്റിക് ആയി ഉണരും. നമ്മുടെ സ്ലീപ്പ് വേക്കപ്പ് ടൈം റെഗുലർ ആകുന്നത് ഈ ബാലൻസ് നിലനിർത്തും. എന്നാൽ ലേറ്റ് നൈറ്റ് ആൻഡ് റഷ് മോർണിംഗ് ആ റിതത്തെ ബ്രേക്ക് ചെയ്യുന്നു. സെയിം ബ്രെയിൻ, സെയിം ഹോർമോൺ, ഡിഫറെൻറ്റ് ടൈമിംഗ്. ടൈമിംഗ് ഡിസൈഡ്സ് ഹൗ ദ ഡേ ഫീൽസ്. സ്ലീപ്പ് ഏർലി. നേരത്തെ ഉറങ്ങുക എന്നത് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് സ്ട്രിക്റ്റ്. ഇറ്റ് ഈസ് അബൌട്ട് ഗിവിംഗ് ദ ബ്രെയിൻ ഇനഫ് ടൈം ടു ഫിനിഷ് ദ നാച്ചുറൽ നൈറ്റ് വർക്ക്. നമ്മൾ ഉറങ്ങുമ്പോഴും ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലൈക്ക് ബ്രെയിൻ റിപ്പയർ ഇറ്റ് സെൽഫ്, മെമ്മറി ഓർഗനൈസ് ചെയ്യുന്നു, അൺനെസസറി ഇൻഫർമേഷൻ ക്ലിയർ ചെയ്യുന്നു ആൻഡ് റീസെറ്റ് ദ അറ്റൻഷൻ സിസ്റ്റം. ഇതൊരു സൈക്കിളായാണ് നടക്കുന്നത്. ഓരോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനും സമയം ആവശ്യമാണ്. നേരത്തെ ഉറങ്ങുന്നത് ഇത് സ്മൂത്ത്ലി കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ലേറ്റായി ഉറങ്ങുന്നത് ഈവൻ സ്ലീപ്പ് ടൈം സെയിം ആണെങ്കിലും ആ പ്രോസസ്സിന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യും. ഡീപ് സൈക്കിൾ ഗെറ്റ് ഷോർട്ടൺ ആൻഡ് ബ്രെയിൻ ആ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഉണരും. അതുകൊണ്ടാണ് 8-9 മണിക്കൂർ ഉറങ്ങിയിട്ടും ക്ഷീണം മാറാത്തത്. രാത്രിയിൽ വീട് വൃത്തിയാക്കുന്നതുമായി ഇതിനെ കമ്പയർ ചെയ്താൽ ഇടയ്ക്ക് പവർ കട്ട് ഉണ്ടായാൽ എന്താകും? വീട് ക്ലീൻ ആയതുപോലെ തോന്നും, പക്ഷെ പൂർണ്ണമായും വൃത്തിയായിട്ടും ഉണ്ടാവില്ല. ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ബ്രെയിനിന് ഇതേ അനുഭവമാണ് ഉണ്ടാക്കുന്നത്. ഏർലി സ്ലീപ്പ് ഇസ് നോട്ട് അബൌട്ട് ടുമാറോ മോർണിംഗ്, ഇറ്റ് ഈസ് അബൌട്ട് ഫിനിഷിംഗ് ടുഡേ പ്രോപ്പർലി. ഡിന്നർ ഏർലി. ഡിന്നർ ടൈമിംഗ് ഇസ് നോട്ട് അബൌട്ട് ഫുഡ്, ഇറ്റ് ഈസ് അബൌട്ട് വെയർ ദ ബോഡി സ്പെൻഡ് ദ എനർജി അറ്റ് നൈറ്റ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്റ്റീവ് ആകും, ബ്ലഡ് ഫ്ലോ വയറിലേക്ക് പോകും ആൻഡ് ബ്രെയിൻ അലേർട്ട് ആയിരിക്കും, ബിക്കോസ് ഡൈജഷൻ നീഡ്സ് കോർഡിനേഷൻ. നേരത്തെ ഡിന്നർ കഴിക്കുന്നത് ഡൈജഷൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് ബോഡി റിപ്പയർ മോഡിലേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബ്രെയിൻ ഗെറ്റ് സ്പേസ് ടു കാം ഡൗൺ, ഓർഗനൈസ് മെമ്മറി ആൻഡ് പ്രിപ്പയർ ഫോർ ഡീപ് സ്ലീപ്പ്. ലേറ്റ് നൈറ്റ് ഡിന്നർ വഴി ബോഡി റെസ്റ്റിംഗ് ടൈമിൽ ഡൈജഷനിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം ലൈറ്റ് ആൻഡ് ഫ്രാഗ്മെന്റഡ് ആയിരിക്കും. A late night always create a heavy morning. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, വീട്ടിൽ പോകുന്നതിന് മുൻപ് തന്നെ ഓഫീസ് വർക്ക് ചെയ്തു തീർത്താൽ നമുക്ക് വീട്ടിൽ ഫ്രീലി റിലാക്സ് ചെയ്യാൻ കഴിയും. എന്നാൽ ഓഫീസിലെ അൺഫിനിഷ്ഡ് വർക്ക് വീട്ടിൽ നിന്നും ചെയ്യുകയാണെങ്കിൽ ബോഡി വീട്ടിലുണ്ടെങ്കിലും മൈൻഡ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ലേറ്റ് നൈറ്റ് ഡിന്നർ ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി ബെഡിലുണ്ടെങ്കിലും സിസ്റ്റം സ്റ്റിൽ ഓൺ ഡ്യൂട്ടി. ഏർലി ഡിന്നർ ക്ലിയർ സിഗ്നൽ സെൻഡ് ചെയ്യും. വർക്ക് ഈസ് ഓവർ നൗ, ഇറ്റ് ഈസ് ടൈം ടു റെസ്റ്റ്. എ ക്ലിയർ റീസൺ ടു വേക്ക് അപ്പ്. ബ്രെയിൻ അലാമിന് വേണ്ടി അല്ല ഉണരുന്നത്, ഇറ്റ് വേക്ക് അപ്പ് ഫോർ മീനിങ്. ഒരു സാധാരണ ദിവസം എഴുന്നേൽക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നു. എന്നാൽ ഒരു എക്സാം ഉണ്ടെങ്കിലോ, ട്രിപ്പിന് പോകണമെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങളിലോ ഈസിയായി എഴുന്നേൽക്കാറില്ലേ? ചിലപ്പോൾ അലാമിൻ്റെ തന്നെ ആവശ്യമുണ്ടാവാറില്ല. എന്താണ് ഇവിടെ മാറ്റമുള്ളത്? സെയിം ബോഡി, സ്ലീപ്പ് അവേഴ്സ് മേ ബി സെയിം. ഒരു കാര്യം മാത്രമാണ് ഇവിടെ മാറ്റം. ബ്രെയിൻ അറിയാം എന്തിനു വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത് എന്ന്. ബ്രെയിൻ ഒരു ക്ലിയർ റീസൺ കണ്ടാൽ അത് റെസ്റ്റ് മോഡിൽ നിന്നും റെഡിനെസ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. അറ്റൻഷൻ സിസ്റ്റം ടേൺ ഓൺ, എനർജി ബിക്കം അവൈലബിൾ, നോട്ട് ബിക്കോസ് ഓഫ് മോട്ടിവേഷൻ. ബ്രെയിന് ഒരു ആക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഒരു ക്ലിയർ റീസൺ ഇല്ലാതെ എഴുന്നേൽക്കുന്നത് അൺനെസസറി ആയി തോന്നിയാൽ ബ്രെയിൻ കംഫർട്ട് തിരഞ്ഞെടുക്കും, നോട്ട് അലേർട്ട്നെസ്. അതുകൊണ്ടാണ് ഐ ഷുഡ് വേക്ക് അപ്പ് ഏർലി എന്നത് റയർലി വർക്ക് ആവുന്നത്. നെവർ സ്നൂസ്. രാവിലെ 5:30 റൂം ഈസ് സൈലന്റ്, അലാം റിങ്സ്. ആ ഒരു മൊമെന്റിൽ ബ്രെയിൻ ഉണരുന്നു. പൂർണ്ണമായുമല്ല, ജസ്റ്റ് ഇനഫ് ടു ഡിസൈഡ്. ആൻഡ് ദെൻ യുവർ ഫിംഗർ മൂവ്സ്. സ്നൂസ്. 5 മിനിറ്റിന് ശേഷം പിന്നെയും അലാം മുഴങ്ങുന്നു. യുവർ ഐസ് ഓപ്പൺ. ബ്രെയിൻ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ഇപ്പോൾ എഴുന്നേൽക്കണോ അതോ ഉറങ്ങണമോ? അതിനൊരു ക്ലിയർ ആൻസർ ഇല്ല. സോ ബ്രെയിൻ സ്റ്റേ ഇൻ ബിറ്റ്വീൻ.
സ്റ്റേജ് ഹെവി, സ്ലോ, ഫോഗി ആയിരിക്കും. നോട്ട് റെസ്റ്റ്. അതാണ് ഇന്ററപ്റ്റഡ് വെയിറ്റിംഗ്. ഓരോ തവണ സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ബ്രെയിൻ സ്റ്റാർട്ട് എ പ്രോസസ് ഇറ്റ് കനോട്ട് ഫിനിഷ്. അത് എഴുന്നേൽക്കാൻ ശ്രമിക്കും, പിന്നെയും ഉറക്കത്തിലേക്ക് കടക്കും. ഓവർ ആൻഡ് ഓവർ എഗെയിൻ. നമ്മൾ ഫൈനലി എഴുന്നേൽക്കുന്ന ടൈമിൽ ബ്രെയിൻ ടയേർഡ് ആയിരിക്കും. അത് നമ്മൾ കുറച്ച് ഉറങ്ങിയത് കൊണ്ടല്ല, ബട്ട് ബിക്കോസ് യു കൺഫ്യൂസ്ഡ് ഇറ്റ്. ദിവസത്തിലെ ആദ്യത്തെ ഡിസിഷൻ ട്രെയിൻ ദ ബ്രെയിൻ ഹൗ ടു ഡിസൈഡ്. നോട്ട് നൗ, ലേറ്റർ എന്നാണെങ്കിൽ ബ്രെയിൻ ലേൺസ് ഡിലേ. സ്ക്രോളിംഗ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ്, തിങ്കിങ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ടിങ്, പ്ലാനിങ് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ്. സ്നൂസ് ബട്ടൺ നിങ്ങളുടെ ദിവസത്തെ 5 മിനിറ്റ്സ് അല്ല ഇല്ലാതാക്കുന്നത്. ഇറ്റ് ടീച്ചസ് ദ ബ്രെയിൻ ടു ഹെജിറ്റേറ്റ്. ആദ്യത്തെ അലാമിൽ തന്നെ എഴുന്നേൽറ്റാൽ ദ ഡിസിഷൻ ഈസ് മെയ്ഡ്. നോ കൺഫ്യൂഷൻ, നോ നെഗോഷിയേഷൻ. ദ ബ്രെയിൻ ഫോളോ ക്ലാരിറ്റി. ബ്രെയിൻ ക്ലിയർ ആയാൽ ദ ബോഡി catch up quickly. The moment feels sharp, not because it is easy, but because it is decided. ഫിക്സ്ഡ് ടൈമിംഗ്. ബ്രെയിൻ റിപ്പീറ്റഡ് ഇവന്റ് ട്രാക്ക് ചെയ്യും. എന്നും സെയിം ടൈമിൽ എഴുന്നേറ്റാൽ ബ്രെയിൻ എന്നും ആ സമയത്ത് മോർണിംഗിനെ എക്സ്പെക്ട് ചെയ്യും. സോ ഇറ്റ് പ്രിപ്പയർ ഇൻ അഡ്വാൻസ്. സ്ലീപ് സ്ലോലി ബിക്കം ലൈറ്റർ നിയർ ദാറ്റ് ടൈം. അലേർട്ട്നെസ് സ്ലോലി ഇൻക്രീസസ്. വേക്കിംഗ് അപ്പ് ഫീൽ സ്മൂത്തർ, നോട്ട് സഡൻ. എന്നാൽ ഒരു ദിവസം 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അടുത്ത ദിവസം 7 മണിക്ക്, അടുത്ത ദിവസം 9 മണിക്ക്. ഇങ്ങനെയാണെങ്കിൽ ബ്രെയിനിന് ഡേ ഏത് ടൈമിൽ തുടങ്ങുന്നു എന്ന് പോലും മനസ്സിലാവുന്നില്ല. So it stay cautioned all the night. Sleep becomes shallow, morning feels heavy and forced. Fixed timing ബ്രെയിനിന് predictability നൽകുന്നു. This is when the day started എന്ന clear message ബ്രെയിനിന് നൽകും. Fix the time you wake up, let the brain handle the rest. നാളത്തെ പ്രഭാതത്തിൽ ഒന്നും മാജിക്കലായി നടക്കുന്നില്ല. സൂര്യൻ എന്നും ഉദിക്കും പോലെ തന്നെ ഉദിക്കും. ലോകം എന്നും ഉള്ളതുപോലെ സെയിം ആയിരിക്കും. ദ ഓൺലി ഡിഫറൻസ് വിൽ ബി യു. അത് നീ ഓവർനൈറ്റ് കൊണ്ട് സ്ട്രോങ് ആയതുകൊണ്ടല്ല, ബട്ട് ബിക്കോസ് യു ഡിസൈഡ് വെൻ യുവർ ഡേ ബിഗിൻ. നേരത്തെ എഴുന്നേൽക്കുക എന്നത് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുക എന്നതല്ല. ഇറ്റ് ഈസ് അബൌട്ട് വേക്കിംഗ് ബിഫോർ ഡിസ്ട്രാക്ഷൻസ് വേക്കപ്പ്, ബിഫോർ നോയ്സ് എൻറ്റേഴ്സ് ദ മൈൻഡ്, ബിഫോർ വേർഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് യു ഇൻ 100 ഡയറക്ഷൻസ്. ഈ വീഡിയോയിൽ ഒരു പോയിന്റ് എങ്കിലും സെൻസ് ഉള്ളതായി നിനക്ക് തോന്നിയെങ്കിൽ ഇറ്റ് മീൻസ് യുവർ ബ്രെയിൻ ഈസ് റെഡി ഫോർ എ ബെറ്റർ റിതം. ട്രൈ ജസ്റ്റ് വൺ ചേഞ്ച്, നോട്ട് ഫോർ പെർഫെക്ഷൻ ബട്ട് ഫോർ അവെയർനെസ്. ആൻഡ് ചെറിയ ഡിഫറൻസ് എങ്കിലും നിനക്ക് തോന്നിയെങ്കിൽ നിന്റെ കൂടെയുള്ള ആരെങ്കിലും രാവിലെകളോട് പോരാകുന്നുണ്ടാകാം. ഈ ചിന്ത അവരുമായി ഷെയർ ചെയ്യൂ. ദ ബിഗിനിങ് ഓഫ് ഹൗ യു മെറ്റ് യുവർ മോർണിംഗ്. ദ ഡേ ഈസ് വെയിറ്റിംഗ്. നൗ യു നോ ഹൗ ടു അറൈവ്.